ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മുടെ ചാനലിൽ കുറേ മാസമായി നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷേ അത് കണ്ടിന്യൂസ് ആയി കണ്ട് ചെയ്യാറില്ല. ഇനി അങ്ങോട്ട് ഉണ്ടാവും, കാരണം ഇനി ലാസ്റ്റ് 6 മന്താണ്. ഇന്നിപ്പോൾ നവംബർ 1, അതായത് ഇനി 6 മാസത്തെ നീറ്റ് 2026 എക്സാമിനുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റഡി പ്ലാൻ ആയതുകൊണ്ട് ഞാൻ കുറേ കസ്റ്റമൈസേഷനൊക്കെ ചെയ്തുകൊണ്ട് സിലബസ് ട്രാക്കറൊക്കെ ഉണ്ടാക്കിന്. അപ്പോൾ ഇതിൻ്റെ നാളത്തെ ഡേ 1 സ്റ്റഡി പ്ലാനാണിത്. ഫസ്റ്റ് കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ പാർട്ട് എ ഭാഗം നാളെ എനിക്ക് കംപ്ലീറ്റ് ആക്കേണ്ടത് കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ പാർട്ട് എ ഭാഗമാണ്. അതിൽ ഞാൻ വലിയ ചാപ്റ്റർ ആക്കുമ്പോൾ ഞാൻ പാർട്ട് എ, പാർട്ട് ബി, അങ്ങനെ പാർട്ട് സി ഒക്കെ ആക്കിയാണ്ടാണ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത്. നാളെ ഡേ 1 ആണ്, അതായത് നവംബർ 1. നാളെ എനിക്ക് കെമിക്കൽ ബോണ്ടിങ് ഉണ്ട്. ആൻഡ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഓർഗാനിക്കും കൊണ്ടുപോകുന്നുണ്ട്. അതിൽ ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ, ഫ്രീ റാഡിക്കൽ അഡീഷൻ റിയാക്ഷൻ ആൻഡ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ചെറിയ ചെറിയ പാർട്ടാക്കിയാണ്ടാണ് ഞാൻ ഓർഗാനിക്കും കൊണ്ടുപോകുന്നത്. പിന്നെ റെസ്പിറേഷൻ നാളെ കംപ്ലീറ്റ് ചെയ്യണം. ഈ റെസ്പിറേഷന് നാളെ കംപ്ലീറ്റ് ചെയ്യണം. അതാണ് ഞാൻ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡേ 1 സ്റ്റഡി പ്ലാൻ ആയതുകൊണ്ട് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കണേ. അതായത് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാത്തവർക്കായി നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് പോയാൽ അവിടുന്ന് ലിങ്ക് കിട്ടുന്നതാണ്. അപ്പോൾ നാളെ ഡേ 1 കംപ്ലീറ്റ് ചെയ്യാൻ കൊടുത്ത ചാപ്റ്ററാണ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. നമ്മുടെ വാട്സപ്പ് ചാനലിലാണ്, നീറ്റ് ആസ്പിറൻസ് കേരള എന്ന് പറഞ്ഞ വാട്സപ്പ് ചാനലാണ്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതിലേക്ക് പോകാം. ഇതാണ് നാളത്തെ എൻ്റെ സ്റ്റഡി പ്ലാൻ. പാർഷ്യൽ ഡ്രോപ്പർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫുൾ ടൈം ചിലവഴിക്കാൻ കിട്ടില്ല, എനിക്ക് വർക്കിന് പോകാനുണ്ടാവും. സോ അതാണ് കൂടുതൽ ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്യാതെ. നാളെ റെസ്പിറേഷന് മോർണിംഗ് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ കെമിക്കൽ ബോണ്ടിങ്ങും അതുപോലെ ഓർഗാനിക്കിലെ കുറച്ച് ഭാഗം. ഇനി ഞാൻ സിലബസ് ട്രാക്കറാണ്, ഇത് ഞാൻ ടൈപ്പ് ചെയ്തുണ്ടാക്കിയതാണ്. ഇത് ബോട്ടണീൻ്റെ സിലബസ് ട്രാക്കറാണ്. അതുപോലെ സോളജി, പിന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഇത് ഞാൻ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ പ്രിൻ്റ് എടുത്തേക്കണേ, അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതാണ് സിലബസ് ട്രാക്കർ, ഞാൻ പ്രിൻ്റ് എടുത്തതാണ്, കളർ പ്രിൻ്റ് എടുത്താണ്. ഇതിപ്പോൾ സോളജി, ഫിസിക്സ് ഒരു ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയണില്ല, കാരണം 29 ചാപ്റ്റർ ഉണ്ടല്ലോ. എക്സ്പെരിമെൻ്റൽ സ്കിൽസും കൂടി കൂട്ടിയാണ് 29 ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ 2 ചാപ്റ്ററിലായി 2 A4 ആയി കണ്ടാണ് ഞാൻ പ്രിൻ്റ് എടുത്തത്. അതുപോലെ കെമിസ്ട്രി ഒരു പേപ്പറിൽ ഇൻക്ലൂഡ് ആക്കിയാണ്. പിന്നെ ബോട്ടണി, ഇതാണ് സിലബസ് ട്രാക്കർ. ഇതിലിപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് കെമിസ്ട്രീൻ്റെ കാണിച്ചു തരാം. കെമിസ്ട്രീൻ്റെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചാപ്റ്റർ സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ ലെക്ചറിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യാം, ടിക്കറ്റ് ലെക്ചർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, പിന്നെ NCERT റീഡ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം റീഡിങ്, പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻസ്, പിന്നെ PYQ, നീറ്റ്, JE, പിന്നെ റിവിഷൻസ് 1, 2, 3 ടൈംസ് റിവിഷൻ്റെ ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ആർക്കെങ്കിലും സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നാളെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാപ്റ്റർ റെസ്പിറേഷൻ ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.